വണക്കം 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 മക്കളെ. ഓ വീണ്ടും മോഹൻലാൽ കണ്ടന്റ് എന്തായാലും ചാകരയുള്ള നമുക്കത്ര എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാരും ചെയ്യുന്നുണ്ട്. കണ്ടന്റ് എന്താന്ന് വെച്ചാ പുതിയ അഡ്വർടൈസ്മെന്റ് ഓപ്പണായിട്ട് പറയാം, ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ്. എന്നാലും ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ കാണാം. പ്ലസ് അതിന്റെ അല്ലാണ്ട് വേറൊരു സാധനം കൂടെ പറയാറുണ്ട്, വീഡിയോയുടെ അവസാനമുണ്ട്. അത് കുറച്ച് സീരിയസ് ആണ്. ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ കോമഡി ആവുമെന്ന് അറിയില്ല, ബട്ട് സീരിയസ് ആണ് ആ സംഭവം. ഈ വീഡിയോ ലാലേട്ടനെ ബന്ധപ്പെട്ടുള്ള സാധനമാണ്. ലാസ്റ്റ് ടൈം വേണ്ട കാണാൻ പറ്റും. ഇനിമേ നമുക്ക് ആ ആഡ് കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പുള്ളിയുടെ. കാണാം. അതെ അതെ അതെ, നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ ഇതാണ് ശിവാനി, ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദി ലീഡ് റോൾ. ചേട്ടാ ഒരു മിനിറ്റ്. The other one is much better actually. That one? Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry കാണാനില്ല ട്ടോ. ഷോപ്പിലുള്ള jewelry കാണാനില്ല സർ. What? The main jewelry is missing. We've informed the police. So please don't step out of the video. Kindly cooperate. ഞാനെന്നെ അറിയിക്കണ്ടേ? തീർച്ചയായും. ചേട്ടാ ആരും കൊതിച്ചു പോകും. ആ സംസാരത്തിൽ ഒരു പെണ്ണിന്റെ ഒരു സാധനം. ഇനി ട്വിസ്റ്റിലോട്ട് വരാം. ആക്ച്വലി ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ വന്നേക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ഇൻസ്റ്റയിലാണ് ഒരു അക്കൗണ്ട് ഇട്ടേക്കുന്ന വീഡിയോ ആണ്. എനിക്കാണ് വന്നത്. ഇത് ഞാൻ തപ്പി പിടിച്ച് പോയി കണ്ടതൊന്നുമല്ല. ഞാൻ ഓൺലി സ്വൈപ്പ് ചെയ്ത് പോയപ്പോൾ ഫീഡിൽ വന്നൊരു വീഡിയോ ആണ്. ബട്ട് കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാനൊരു അക്കൗണ്ടിന്റെ പേര് കാണിച്ചത് ഇവിടെ ഇട്ട് കാണിക്കട്ടെ. ഏട്ടന്റെ പിള്ളേർ 3.0 ഇതാണ് ഇൻസ്റ്റാ അക്കൗണ്ടിന്റെ പേര്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഈ അക്കൗണ്ട് ആകെ ഫോളോവേഴ്സ് 1K ഉള്ളൂ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ വീഡിയോ അത് ഞാൻ കാണിച്ചു തരാം. അവർ ചെയ്തേക്കുന്നത് ഇങ്ങനെ: ഊക്ക് വാങ്ങാൻ ശപഥം ചെയ്ത മനസ്സാ, നമുക്ക് തടയാൻ സാധിക്കില്ല. ലാലേട്ടൻ്റെ ആ ആഡിന്റെ വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് എഴുതി പിടിപ്പിച്ചേക്കുക. എനിക്ക് തോന്നിയതോടെ അതിനകത്ത് ആ പുള്ളി എന്താ അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അത് നല്ലത് അല്ലേ? നല്ലത് ചെയ്താൽ നല്ലത് പറയാൻ പറ്റണം. അല്ലാണ്ട് എല്ലാം ഇത് ട്രോളല്ല, ഇത് അതിൻ്റെ അപ്പുറമാണ്. ലിമിറ്റ് കടന്നിട്ട് ചെയ്യുന്ന ഇത് മാത്രമല്ല, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അല്ലാണ്ട് ഇത് കണ്ടതേ ചേട്ടാ കണ്ണപ്പൊക്കെ ഒരു ടിക്കറ്റ്. കണ്ണപ്പ പിന്നെയും എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെക്കാം. പക്ഷെ പുള്ളി അപ്പോഴും പുള്ളിയുടെ സാധനം നീറ്റായിട്ട് ചെയ്തേക്കുന്നത്. ആ ഡയറക്ടറും ചെയ്ത് വെച്ചേക്കുന്ന മോശമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതിനകത്തെല്ലാം നിങ്ങൾ തന്നെ എടുത്ത് നോക്കൂ. ഓൾമോസ്റ്റ് എല്ലാം മോഹൻലാലിനെ പറ്റിയുള്ളതാ. ഇത് കണ്ടോ? ഈ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ സർവർ റെക്കോർഡ് തൂക്കും. മഹാസമുദ്രം 2. അതെന്ത് തേങ്ങാപ്പിണ്ണാക്കാണതൊക്കെ. ഈ ആഡിന് എന്തിനാ അല്ലെ മെയിനായിട്ട് വീഡിയോ? ഈ ആഡിന് എന്തിനടുത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് മാതിരി ചെയ്യുന്നതാണ് പുള്ളി. എടാ ഈ ചെയ്യുന്ന നിനക്കൊക്കെ പറ്റുമോ? അവിടെ ഇപ്പൊ ഇതേപോലെ അഭിനയിക്കാൻ പറഞ്ഞ തൂറി മെഴുകും പറഞ്ഞ ഞങ്ങളുടെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അറിയില്ല. പടങ്ങൾ എന്തോരം ഉണ്ട്. അതെ, ചെയ്ത് നല്ലതാണെങ്കിൽ നല്ലത് പറ. ഇത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും, ഓക്കെ. അന്ന് മിണ്ടാണ്ടി അല്ലേ? ഒരു ട്രോളുമ്പോ ഒരു മാന്യത വെച്ചൊക്കെ ട്രോള്. ഇത് എന്ത് അടിപൊളിയായിട്ടാ. നമുക്ക് മോഹൻലാൽ കാണാൻ പറ്റില്ല ആ ആഡിൽ. ഇത് ഉള്ളിലൊരു പെണ്ണിനെ ഞാൻ ശരിക്കും ഇങ്ങനെ കണ്ടിരിക്കും.
എന്തിനാണ് ഈ അവളേനത് ചെയ്തതെന്ന് അറിയില്ല. 8ന്റെ പിള്ളേർ 3.0 മോഹൻലാലിന്റെ DP പ്രൊഫൈൽ പിക്ക് ഇട്ടിട്ടും എല്ലാം മോഹൻലാലിനാണ്. ട്രോളിക്കളിക്ക് എന്തുവാണ് അത്? ശോകമുണ്ടത്. ഓൾമോസ്റ്റ് എല്ലാം ആലേറിട്ടുള്ളത് കിങ് ജോണിനെ വെച്ചിട്ടൊക്കെ ചെയ്തേക്കുന്നത്. ചിലതൊക്കെ നമുക്ക് ആ സ്പിരിറ്റിലെടുക്കാം. പക്ഷെ നല്ലത് ചെയ്ത് വെച്ചിട്ടും അത് ഒരുമാതിരി ട്രോള് വിടുമ്പോ ട്രോളല്ല, ഇത് ട്രോളല്ല. മോഹൻലാലിനെ ഈ പറഞ്ഞ പോലെ ഇതാക്കി വിടുന്നത്. ഇതൊരു ക്യാരക്ടറല്ലേ പുള്ളി കൊടുത്തേക്കുന്നത്. ഇതന്നെ ഞാൻ പറഞ്ഞ ദിലീപേട്ടൻ ചെയ്തിട്ടില്ലേ ഒരു സിനിമ ചാന്തോട്ട് മാത്രം മായാമോഹിനി. അന്നൊക്കെ എന്താ അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അന്നൊരു കാര്യമുണ്ട്, ഈ അന്നിതൊന്നും ഉണ്ടായില്ല. മീഡിയ ഈ പറയണ കുരുപൊട്ടിക്കുന്ന ആൾക്കാർ ആരും ഇല്ല. ഇത് മോഹൻലാൽ മാത്രമേ ഉള്ളൂ. ആകെ 2-3 ആക്ടേഴ്സിന് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും. അതെ, അത് പ്രത്യേകം പറയേണ്ട ആരൊക്കെ ചെയ്തു പ്രൂവ് ചെയ്ത ആൾക്കാർ ഇപ്പോഴും. എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് അറിയില്ല. ദിലീപേട്ടനെ തന്നെ പറഞ്ഞ പോരെ മായാമോഹിനി ചാന്തോട്ടിന്റെ ഹിറ്റ് പടങ്ങളല്ലേ രണ്ടും അഭിനയിച്ചു വെച്ചത്. നമ്മളെ കൂടെ പറ്റാത്ത കാര്യമാണ് അതൊക്കെ. അപ്പൊ അത് അവര് അത്ര അടിപൊളിയായിട്ട് ചെയ്യുമ്പോ പിന്നെ ഈ ആഡ് വൾഗർ ആവും അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ. പക്ഷെ ഇത് കാണുമ്പോ നമുക്ക് ഒന്നും പറയാൻ പറ്റും. എന്തെന്ന് തന്നെ പറയാ, നമ്മൾ അത്ഭുതപ്പെട്ട നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണ്. ആ ഗ്രേസ് കണ്ട കൈ ഇതൊക്കെ പോകുന്നത് നിനക്ക് പറ്റൂടാ ചെയ്യാൻ. സത്യം പറയല്ല, മോഹൻലാൽ ഫാനാണ്. പക്ഷെ ഇവനും മോഹൻലാൽ ഫാൻ തന്നെ. പക്ഷെ ബറോസ് ഇറങ്ങിയ ഞങ്ങളുടെ ഒരു സർക്കിളുണ്ട്, നമ്മളിട്ട് അവിടെ ട്രോളാറുണ്ട്. ഇത് എന്ത് പറന്നു അതിന്റെ എഡിറ്റിംഗ് കണ്ടിട്ട് ഒന്നും പറയില്ല, അതിന് ട്രോളിക്കും. ഓക്കെ അത് ട്രോളാനുള്ളതുണ്ട്, ട്രോളിക്കോ കുഴപ്പമില്ല. ഇവൻ കണ്ണപ്പേടെങ്കിലും ഇട്ട് ചെയ്തോ എന്ന് വെച്ചാൽ പടം ടോട്ടലി ശോകമാ. പുള്ളിയുടെ സാധനം മെച്ചോട്ട് തോന്നിയേക്കുന്നേ. ഇതൊക്കെ എന്താ അടിപൊളി സാധനങ്ങളാണ്. അതിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ എന്താ പോലെ. മോഹൻലാലിന് എന്തിറങ്ങിയാലും ട്രോളാൻ വേണ്ടി മാത്രം തുടങ്ങിയ പേജാണ്. ഇതൊക്കെ ട്രോളല്ല, ഇതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞല്ലേ. ബോഡി ഷേമിംഗ് വേണമെങ്കിൽ പറയാം. കുറെ ഉണ്ടെന്ന് തോന്നുന്നു ഇതേപോലത്തെ പേജ്. ഞാൻ നോക്കിയപ്പോ കണ്ടതാ ഇതുമായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള പേജുകൾ. അതങ്ങനത്തെ കുറെ കടപ്പട അല്ല, നല്ലത് ചെയ്താൽ നല്ലത് പറയാം. അതും തൂക്കണം അങ്ങനത്തെ ഒരു നന്നായി. എനിവേ എല്ലാ ലാലേട്ടനെ കൂടെ കൊടുക്ക്. എന്തായാലും അപ്പൊ ഞങ്ങള് പോകുന്നു. അടുത്ത എന്തെങ്കിലും വരുമ്പോ വീണ്ടും വണങ്ങും. നന്ദി, നമസ്കാരം. കമ്മിനി വന്നേക്കുന്നു.